ഹലോ ഗൈസ്, ബ്ലാൻഡഡ് ടോക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. എന്തിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇപ്പം പറയുന്നില്ല, നമുക്ക് താഴെ കുറച്ച് വീഡിയോകൾ കാണാം, അപ്പം നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഓക്കെ, തലമുറകളെ സ്വാധീനിച്ച നടൻ, തലമുറകളെ കണ്ട ആരടാ പറഞ്ഞ 2K കിഡ്സിന് 2K ഫാൻസ് ഇല്ല ലാലേട്ടൻ എന്നൊക്കെ ആരടാ ഇമാതിരി കോമാളിക്കരൊക്കെ പറഞ്ഞുണ്ടാക്കിയത്? കണ്ടോ? അപ്പൊ ഇതാണ് സബ്ജക്ട്. അതായത് നമ്മൾ റിവ്യൂ പറയാൻ വേണ്ടി രാവണ പ്രഭു റീ റിലീസ്. എൻ്റെ പൊന്നു മക്കളെ, ഒരു രക്ഷയില്ല കേട്ടോ. ഞാനിന്ന് രാവണപ്രഭു റീ റിലീസ് കണ്ടു. ഞാൻ ആക്ച്വലി ഇത് റിലീസായ വർഷം എന്ന് പറയുന്നത് 2001 കേട്ടോ. 2001 തിയേറ്ററിൽ കാണാൻ ആക്ച്വലി ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ടില്ല ആ സമയം. കാരണം ആ സമയം തന്നെ തിയേറ്ററിൽ പോകാനുള്ള ഏജ് ഒന്നും ആയിട്ടില്ലായിരുന്നു. അപ്പം അത് ആ വിഷമം അങ്ങോട്ട് ഇങ്ങ് മാറിക്കിട്ടി. എൻ്റെ പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്നേ വരെ ഫസ്റ്റ് റിലീസായ ഒരു സിനിമ പോലെയാണ് കേട്ടോ അത്. ഇന്ന് എനിക്ക് ആ എക്സ്പീരിയൻസ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വൈബ് എന്ന് പറഞ്ഞാൽ വേറെ വൈബ്. 2001 ഇറങ്ങിയ ഒരു പടമാണ്. രഞ്ജിത്ത് ഡയറക്റ്റ് ചെയ്ത്, രഞ്ജിത്തിൻ്റെ ആദ്യത്തെ ഡയറക്ഷൻ ആയിരുന്നു. പിന്നെ അതുപോലെ രഞ്ജിത്ത് സ്ക്രിപ്റ്റ് ചെയ്ത സിനിമയും കൂടെ ആയിരുന്നു കേട്ടോ. അന്നൊരു 19 കോടി കളക്ഷൻ കിട്ടിയ പടമായിരുന്നു. അന്നത്തെ വൻ ഹ്യൂജ് ഹിറ്റായിട്ടുള്ള ഒരു മൂവിയോടെ നമ്മുടെ ദേവാസുരത്തിൻ്റെ 2ാം പാർട്ടായിട്ടുള്ള ഈ പറയുന്ന രാവണപ്രഭു. ഫസ്റ്റ് പാർട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാകും സെക്കൻഡ് പാർട്ട് അത്രേ വരില്ല. സോ നോർമൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷേ ഇതിനെ കടത്തി വിടുന്ന സെക്കൻഡ് പാർട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തിയേറ്ററിലേക്കുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എൻ്റെ മോനെ, അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഫ്രഷ് മൂവി ആവുന്നു കേട്ടോ. ഫ്രഷ് മൂവി പോലെയാണ് കേട്ടോ സംഭവം. നമ്മളായിരിക്കുമ്പോൾ കാണുന്ന ആൾക്കാരിങ്ങനെ ഫസ്റ്റ് ലാലേട്ടൻ ആ കാറിൽ വരുന്ന സീൻ മുതൽ തുടങ്ങിയ ആൾക്കാരുടെ ഒച്ചപ്പാടും കയ്യട്ടിയും ബഹളവും ഒക്കെയാണ് കേട്ടോ. പടം തീരുന്നിടം വരെ. അതുകൊണ്ട് പാട്ടിന് വരെ ഇവിടെ പിള്ളേരെന്ന് പറഞ്ഞാൽ ജനറേഷൻ ഗ്യാപ്പ് ഇല്ലാത്ത ആൾക്കാർ പോയിട്ട്, പ്രായമായവർ വരെ പോയിട്ട് സ്ക്രീനിൻ്റെ അടുത്ത് നിന്നിട്ട് ഡാൻസ് കളിയും മാതിരി ആഘോഷമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജനറേഷനൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക്, സിനിമയ്ക്കൊക്കെ അഡിക്റ്റ് ആകുന്ന വലിയ തെറ്റൊന്നുമില്ല. കാരണം നമുക്കറിയാലോ സമൂഹത്തിൽ ഒരുപാട് ഈ പറയുന്ന ലഹരികൾക്ക് അഡിക്റ്റ് ആകുന്നതും അതുപോലെ അക്രമങ്ങൾ നടത്തുന്നതും ഒക്കെ ആയിട്ട് ഒരുപാട് കേസുകൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം. അപ്പം ആൾക്കാരെ ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് പുതിയ ജനറേഷനെയും എല്ലാ ജനറേഷനും പെട്ട ആൾക്കാരെയൊക്കെ എൻഗേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവർക്ക് അതൊരു ലഹരിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പം ലാലേട്ടൻ സിനിമകളിലൂടെ ചെയ്യുന്ന ഒരുപാട് പേരെ സ്വാധീനിക്കുന്നു, സിനിമകളിലേക്ക് അവരെ ഈ കാലഘട്ടത്തിൽ ആകർഷിക്കുന്നു ഒക്കെ വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഒരു ലഹരി ആയിക്കോട്ടെ, അവർക്ക് ഇങ്ങനെ സിനിമ കാര്യങ്ങൾ ഒരു ലഹരി ആയിക്കോട്ടെ, അത് എന്തുകൊണ്ടും ഈ പറയുന്ന പൊതു സമൂഹത്തിൽ നടന്നു വരുന്ന ലഹരിക്ക് അടിമയാകുന്ന കുട്ടികളെ സംബന്ധിച്ച്, ആ ഒരു ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റൊരു ലഹരി ഉണ്ട് എന്ന് പറയുന്ന വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവരും നമ്മൾ ഡെയിലി കാണുന്നതാണ് കേട്ടോ. ഈ പറയുന്ന പോലെ ലഹരിക്ക് അഡിക്റ്റ് ആകുന്നു, വെട്ടാനും കുത്താനും ഒക്കെ പോകുന്നു, സ്വന്തം അച്ഛനെ അമ്മയൊക്കെ വെട്ടുന്നു, അങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മൾ കാണുന്നു. അപ്പം അത്തരത്തിലുള്ളൊരു ജനറേഷനിലെ ആൾക്കാർ തിയേറ്ററിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഉത്സവം ആഘോഷിക്കുക, ഒരു ഉത്സവ മൂഡിൽ ആഘോഷിക്കുക എന്ന് പറയുന്നത് ഒരുപാട് അവർക്ക് ഇത്തരം ലഹരി ചിന്തകളിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടെയാണ്. സിനിമ എന്നുള്ളൊരു സംവിധാനത്തോടുള്ള ലഹരി ഒരിക്കലും മോശമല്ല, അത് നല്ലതാണ്. ഈ പറയുന്ന പോലെ അതിന് നമുക്ക് സമൂഹത്തിന് അതിന് പ്രത്യേകിച്ച് ദോഷഫലങ്ങളൊന്നും ഉണ്ടാക്കുകയില്ല. അപ്പോൾ അവർ അത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നുള്ളൊരു മുക്തി നേടി, അല്ലെങ്കിൽ അങ്ങോട്ട് പോകാണ്ട് അവർ തിയേറ്ററിലോട്ട് വരട്ടെ. അവർ തിയേറ്ററിലും സിനിമയൊക്കെ അവർക്ക് ലഹരിയാകട്ടെ. അതിലൊരു പ്രധാന ജനറേഷൻ ഗ്യാപ്പ് ഇല്ലാണ്ട് ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ആളുകൂടെ കേട്ടോ ഈ ലാലേട്ടൻ. ഞാൻ പറഞ്ഞു വന്നത് അത്രത്തോളം ക്രൗഡായിരുന്നു തിയേറ്ററിൽ. ഈ പറയുന്ന പോലെ ഈ 2K ജനറേഷനിലുള്ള പിള്ളേരാണ് കേട്ടോ കൂടുതലും ഉള്ളത്. അവർ ഇഷ്ടം പോലെ ഉണ്ട്. അതിപ്പോൾ ജനറേഷൻ ഗ്യാപ്പില്ല, ജെൻഡർ ഗ്യാപ്പില്ല, അങ്ങനെ എല്ലാവരും വന്ന് ആ സിനിമ കാണുന്നു കേട്ടോ, സെലിബ്രേറ്റ് ചെയ്യുക. ഇതിന് മുന്നേ ഞാൻ ചോട്ടാ മുംബൈ കണ്ടപ്പോഴും അത് തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോൾ എനിക്ക് പറയാനുള്ള വെക്കട്ടാ ഇതിന് മുകളിലൊരു ഐറ്റം, ഇതിന് മുകളിൽ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ റീ റിലീസിന് മുകളിൽ വെക്കാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ വെക്ക്. ഇതിലും വലിയൊരു സംഭവം വെക്കാൻ പറ്റുമെങ്കിൽ വെക്കാം. അമ്മാതിരിയായിട്ട് ഇവിടെ കേരളത്തിൽ വേറൊരൊറ്റ സ്റ്റാറിനും അടിവരയിട്ട് പറയുക, കേരളത്തിൽ മറ്റൊരൊറ്റ സ്റ്റാറിനും അവകാശപ്പെടാൻ പറ്റാത്ത കളക്ഷനും
അതുപോലെ തന്നെ ഫാൻ പവറും ഉള്ള, അതുപോലെ നോർമൽ കോമൺ പബ്ലിക് ഓഡിയൻസിന്റെ സപ്പോർട്ടുള്ള വേറൊരു നടനില്ല കേരളത്തിൽ. അത് വളരെ വളരെ വ്യക്തമായിട്ട് കണ്ണും പൂട്ടി പറയാൻ പറ്റും. ഇപ്പൊ ലാലേട്ടൻ മമ്മൂക്ക എന്നാണല്ലോ പറയാറ്, പക്ഷെ മമ്മൂക്കയുടെ ഒരു മൂവി പോലും റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം പോലും ഓടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഇത്ര ഇറങ്ങിയ നമ്മൾ കണ്ട എന്ന് കരുതി മമ്മൂക്ക മോശം നടനാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ മമ്മൂക്കയുടെ മൂവികൾക്ക് റിപ്പീറ്റ് വാല്യൂ എന്നുള്ളൊരു സാധനം വളരെ കുറവാണ്. അതിപ്പോൾ ഫാൻ ബേസ് അല്ലെങ്കിൽ ഫാനിസം ബാധിച്ച് പറയുന്നതാണ്, അല്ലെങ്കിൽ കുറ്റം പറയുന്നത് അങ്ങനെയല്ല. അത് അങ്ങനെ മമ്മൂക്കയുടെ സിനിമകൾക്ക് റിപ്പീറ്റ് വാല്യൂ വളരെ കുറവാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ റിപ്പീറ്റ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഈ അമരം അതുപോലെ അങ്ങനത്തെ സിനിമകളൊന്നും പറയില്ല. അതൊന്നും തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ തിയേറ്ററിൽ റിപ്പീറ്റ് വാല്യൂ ഇല്ല, ടി വിയിൽ റിപ്പീറ്റ് വാല്യൂ ഉണ്ടാവും. തിയേറ്ററിൽ റിപ്പീറ്റ് വാല്യൂ ഒക്കെ തിയേറ്ററിൽ റിലീസ് ചെയ്താൽ വരുന്ന സിനിമകളൊക്കെ, അത് ലാഭം ഉണ്ടാക്കുന്ന സിനിമകളൊക്കെ ലാലേട്ടൻ്റെ സിനിമകളാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ എന്ന് പറയുമ്പോൾ പാട്ടിന് പാട്ട്, ഡാൻസിന് ഡാൻസ്, അതുപോലെ റൊമാൻസിന് റൊമാൻസ്, ആക്ഷൻ എല്ലാം കൂടെ ഒരു അടങ്ങിയ ഒരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജ്. അപ്പോൾ അത്തരത്തിലൊരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് കൊടുക്കാനായിട്ട് പറ്റുന്ന കേരളത്തിൽ നിലവിലുള്ള എല്ലാ ജനറേഷനെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് പക്ക ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ ഇതുവരെ നൽകാൻ കെൽപ്പുള്ളതായിട്ടുള്ള ഒരേ ഒരു നടൻ അത് ലാലേട്ടനാണ്. ബാക്കിയില്ലാത്ത ഒരു നടൻ ഇല്ല, അതിനുള്ള കെൽപ്പുള്ള നടനല്ല എന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ അല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഏറ്റവും ഹൈയിൽ നിൽക്കുന്ന ഒരു താരത്തെ നോക്കിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ലാലേട്ടനാണ്. കാരണം നമ്മൾ കണ്ടു റിലീസ് വരുമ്പം ഈ പറയുന്ന നിങ്ങളിപ്പോൾ ചിന്തിക്കുമായിരിക്കും ഇതൊക്കെ ഫാൻസുകൾ മാത്രമാണ് വരുന്നത്. അല്ല, ഫാൻ ബോയ്സ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമല്ല വരുന്നത്. അത് 1-2 ഫാൻ ഷോയിൽ ഒതുങ്ങി തീരും. അതിനുശേഷം ഈ റിലീസിന് വരുന്ന പബ്ലിക്കായിട്ടുള്ള ആരാധകരാണ്. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ആൾക്കാർക്ക് ഈ പറയുന്ന രാവണപ്രഭുവും അതുപോലെ ചോട്ട മുംബൈ ഒക്കെ ഒരുപാട് ജനറേഷൻ ഗ്യാപ്പ് വന്ന ആൾക്കാർക്കൊക്കെ കാണാൻ സാധിക്കാത്തവരുണ്ട്. അത് ഇറങ്ങിയ കാലഘട്ടത്തിൽ തിയേറ്ററിൽ പോകാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ വന്നിട്ട് സിനിമ കാണുവാണ്. കാരണം ഈ സിനിമ നിങ്ങൾ ബുക്ക് മൈ ഷോയിലൊക്കെ നോക്കും, റേറ്റിംഗ് 8.1 ഒക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു പുതിയ സിനിമ, ഒരു പുതിയ മുത്തൻ മൂവി റിലീസായാൽ എങ്ങനെ നമുക്കൊരു ഒരു വെൽക്കമിങ് കിട്ടുമോ അതുപോലെയാണ് ഈ സിനിമയ്ക്കും കിട്ടുന്നത്. ഇതെന്നല്ല, ലാലേട്ടൻ റിലീസ് ചെയ്ത എല്ലാ സിനിമയ്ക്കും വളരെ ഡിമാൻഡാണ് കേട്ടോ. അത് നല്ല ലാഭം ഉണ്ടാക്കുന്നുണ്ട്. സ്ഫടികം, മണിച്ചിത്രത്താഴ്, ചോട്ട മുംബൈ, അപ്പോൾ ഈ ലാസ്റ്റ് ഈ പടം. അപ്പം പുള്ളി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഫീലുണ്ട്, എന്താ പറയണ്ടേ, അത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒരു സംഭവമുണ്ട്, മോഹൻലാൽ എന്നുള്ള ഒരു ബ്രാൻഡിൻ്റെ ഒരു വാല്യൂ ഉണ്ട്. അതിപ്പം ഡീമോട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സിനിമ ഡീഗ്രേഡ് ചെയ്യാൻ നിൽക്കുന്ന എല്ലാ ആൾക്കാരോടും കൂടി ഞാൻ പറയാം, നിങ്ങൾ തലകുത്തി മേലോട്ട് തുപ്പി അത് നമ്മുടെ മുഖത്തെ വന്ന് വീഴുള്ളൂ. അതേപോലെയാണ് ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞത്. ലാലേട്ടൻ്റെ പടം നല്ലതാണെങ്കിൽ നിങ്ങൾ എത്ര കുത്തി ഇരുന്നിട്ട് ഡീഗ്രേഡ് ചെയ്യാൻ നോക്കിയാലും ബലിക്കില്ല. ചിലപ്പോൾ മറ്റ് നടന്മാരുടെ ചിലപ്പോൾ കുറച്ചൊക്കെ ഡീഗ്രേഡിങ് നടക്കുമായിരിക്കും, പക്ഷേ ലാലേട്ടൻ്റെ കാര്യത്തിൽ നടക്കില്ല. പുള്ളി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ, പുള്ളി വിശ്വാസം എന്ന് പറഞ്ഞാൽ, അത് വേറെ ഒരു നടനും മലയാളക്കരയെ കിട്ടാത്തതാണ്. അല്ല, ബാക്കിയുള്ള നടന്മാർ മോശമെന്നല്ല പറയുന്നത്, പക്ഷെ ലാലേട്ടൻ്റെ ആ ഒരു ഫാൻ പവറോ അതല്ലെങ്കിൽ ലാലേട്ടന് കേരളത്തിൽ കിട്ടിയ ഒരു സ്വീകാര്യത, എത്ര ജനറേഷനെയാണ് പുള്ളി എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാം. ഇപ്പോഴും എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് നമ്മുടെ ഈ ബിനീഷ് കോടി ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, തന്മാത്ര, കിരീടം, ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് തുടരും. അപ്പോൾ അത്രയും ജനറേഷനുള്ള ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്. അത് ചുമ്മാ ഒരു തള്ളായിട്ടല്ല, ഉള്ളതാണ്. നമ്മുടെ ചുറ്റും നമ്മുടെ വീടുകളിലോ നാട്ടിലൊക്കെ നോക്കിയാൽ അറിയാം, ഇപ്പോഴും കുഞ്ഞു കുട്ടികൾ വരെ ലാലേട്ടൻ്റെ ഫാൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ജനറേഷന് ആൾക്കാരെ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല. ആരാഞ്ഞു പിടിച്ചാലും ശരി മോഹൻലാൽ എന്നൊരു നടൻ്റെ റേഞ്ച് എത്താൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡാൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമ വേണോ, ഡാൻസ് ചെയ്യും. കോമഡി ആയിട്ടുള്ള വേണോ, കോമഡി ചെയ്യും. ആക്ഷൻ വേണോ, ആക്ഷൻ ചെയ്യും. ഇനി അഭിനയ പ്രാധാന്യമുള്ള വേണോ, അതും ചെയ്യും. എല്ലാം പുള്ളിയെ കൂടി ചെയ്യാൻ പറ്റും. അപ്പം ബാക്കിയുള്ള നടന്മാരെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സീനുകളിലൊക്കെ അവർ ഈ പറയുന്ന പോലെ ആ സ്റ്റേജിലോട്ട് എത്തില്ല. ഡാൻസ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും, കോമഡി പെർഫെക്റ്റ് ആയിട്ട് പറ്റാത്തവരുണ്ടാവും, റൊമാൻസിന് പെർഫെക്റ്റ് ആയിട്ട് പറ്റാത്തവരുണ്ടാവും. അപ്പം ചില ലിമിറ്റേഷൻസ് ഉള്ളവരാണ് ബാക്കി എല്ലാവരും. അപ്പോൾ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് എല്ലാം വഴങ്ങും. അപ്പോൾ പുള്ളി അതുകൊണ്ടാണ് അന്ന് പുള്ളിയുടെ നല്ല പ്രായത്തിൽ പുള്ളി ചെയ്തു വെച്ച ഇടിവെട്ട് ക്യാരക്ടറുകളും ഇടിവെട്ട് കഥകളും കാരണമാണ് കേട്ടോ ഇപ്പോഴും
ഈ റീ റിലീസ് വരുമ്പോൾ ആൾക്കാർ തിങ്ങി ഓടി കയറുന്നത്. കാരണം അതുപോലൊരു സിനിമ അത്രത്തും കൊമേഴ്ഷ്യൽ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവി പക്ക മൂവി ഇതുവരെ വേറെ ആരും തന്നിട്ടില്ല. ആ ലെവലിൽ വരുന്നത് തന്നിട്ടുണ്ട് നോർമൽ കോമൺ മൂവി, പിന്നെ മാസ് മസാല പടങ്ങളൊക്കെ, പക്ഷെ ഇതിനെ വെട്ടുന്ന രീതിയിലൊരു മൂവി തന്നിട്ടില്ല. അപ്പം അന്നുണ്ടാക്കി വെച്ച ഒരു വാല്യൂ ഉണ്ട്, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടാണ് പുള്ളിയുടെ പടം പുതിയത് റിലീസ് ചെയ്യുമ്പോഴും ഈ പറയുന്ന പോലെ ഫ്ലോപ്പ് ആണെങ്കിൽ കൂടെ അതിനൊരു മിനിമം ഗ്യാരണ്ടിയുള്ള സിനിമകളായിരിക്കും. മീൻസ് പ്രൊഡ്യൂസർക്ക് മിനിമം ഗ്യാരണ്ടി കിട്ടുന്ന ഒരു സിനിമകളായിരിക്കും പുള്ളി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇന്നും പിന്നെ കേരളക്കരയിലെ ഏത് നടന്മാരെ വെച്ച് തട്ടിച്ചു നോക്കിയാലും ബോക്സ് ഓഫീസിലും അതുപോലെ ഈ പറയുന്ന പബ്ലിക് ഓഡിയൻസിലും ഇത്രത്തോളം സ്വീകാര്യനായിട്ടുള്ള വേറൊരൊറ്റ നടനുമില്ല. അതെന്ത് ഫാൻ പവറിൻ്റെ പേര്, എന്ത് ഡീഗ്രേഡിങ്ങോ അല്ലെങ്കിൽ എന്ത് കളിയാക്കലാണെങ്കിലും ശരി, അത് ഓരോ മലയാളിക്കും അറിയാവുന്ന സത്യമാണ്. ചിലർക്കത് അംഗീകരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, കാരണം അവരുടെ ഇഷ്ട നടൻ വേറെ വല്ലതുമായിരിക്കും. അപ്പം ആ പിന്നെ കാറ്റഗറി അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന പോലെ അംഗീകരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ ഒരു പച്ചയായിട്ടുള്ള സത്യമാണ്. നിങ്ങൾ ആലോചിക്കണം, എത്ര റീ റിലീസ് മൂവികൾ ഇവിടെ വന്നു, എത്ര സ്റ്റാറിൻ്റെ മൂവി റീ റിലീസ് റീ റിലീസ് ചെയ്തിട്ട് എത്ര സ്റ്റാറിൻ്റെ നമ്പർ 1 നമ്പർ 2 എന്നൊക്കെ പറയപ്പെടുന്ന സ്റ്റാറിൻ്റെ മൂവികൾ വന്നു. ഒന്നിനും നിലം തൊടാൻ പറ്റിയിട്ട് എല്ലാം പരാജയമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ലാലേട്ടൻ്റെ മൂവി മാത്രമാണ് ഓടിയിരിക്കുന്നത്. അത് നല്ല കളക്ഷൻ, നല്ല മാർജിനിൽ കളക്ട് ചെയ്തിട്ടുണ്ട് ഓടിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ജനറേഷൻ ഗ്യാപ്പില്ലാതെ കുട്ടികളടക്കം കയറി കാണുവാണ്. അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അതാണ് പുള്ളി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഓറ എന്ന് പറയുന്നത്, പുള്ളി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളിപ്പം നമുക്ക് ഒരുപാട് പല താരങ്ങളെ ഇഷ്ടമുള്ളവരുണ്ടാകും, പക്ഷേ അൾട്ടിമേറ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മോഹൻലാൽ എന്നുള്ളൊരു ബ്രാൻഡ് ഏറ്റവും നമ്പർ 1 ഇപ്പം നിൽക്കാൻ കാരണം പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. ഈ പറയുന്ന പോലെ വാനപ്രസ്ഥത്തിലെ കഥാപാത്രങ്ങളൊക്കെ വേറെ ഒരു നടനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് ലെവലിലാണ്. കമലദളം അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പം അത്ര പുള്ളിയുടെ ആയ കാലത്ത് പുള്ളി ഇടിവെട്ട് പടങ്ങൾ ചെയ്തു വെച്ചുകൊണ്ടാണ് ഇപ്പോഴും പുള്ളി പിടിച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്പർ 1 നിൽക്കുന്നത്. ഇപ്പോഴും ആ ഒരു ഓർമ്മകളിൽ ജീവിക്കുക എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴും പുള്ളിയുടെ ഹിറ്റ് വരുമ്പം ആ ഹിറ്റ് ഒരു വൻ സക്സസ് ആയിട്ട് മാറുമായിരുന്നു. കാരണം ബാക്കിയുള്ളവരുടെ എത്ര പോസിറ്റീവ് റിപ്പോർട്ട് വന്നാലും ചിലപ്പോൾ കുറച്ച് ഒരു ആവറേജ് കളക്ഷനേ ഉണ്ടാവുള്ളൂ. ഈ പറയുന്ന ലോകയൊക്കെ വന്നു, ലോകയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അതൊക്കെ പിന്നെ നല്ല കോണ്ടന്റും കാര്യങ്ങളും. ഒരു നടനെ വെച്ച് ഒരു സിനിമ ബ്രാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇദ്ദേഹത്തിന് ലാലേട്ടനെ വെച്ച് ബ്രാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്രോഫിറ്റ് ഒന്നും എവിടെയും കിട്ടില്ല. അപ്പോൾ അമ്മാതിരി സിനിമകളാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നതും. പുള്ളി ഈ ചിലപ്പോൾ ഇടയ്ക്ക് പരാജയങ്ങൾ, എല്ലാ മനുഷ്യന്മാർക്കും പരാജയം വരും, എല്ലാ നടന്മാർക്കും പരാജയം വരും. ഇദ്ദേഹത്തിന് തുടർച്ചയായി 3-4 വർഷം പരാജയങ്ങൾ സംഭവിച്ചിട്ട് 5-ാം വർഷം ഒരു ഹിറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് ബ്രഹ്മാണ്ഡ ഹിറ്റായിരിക്കും. കാരണം അത്രത്തോളം പുള്ളിയുടെ പ്രതീക്ഷയാണ് ആൾക്കാർ, പുള്ളിയുടെ പടം കാണാൻ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പം രാവണപ്രഭു നിങ്ങൾ പിന്നെ പോയിട്ട് തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണാത്തവരുണ്ടെ കാണണം കേട്ടോ. ഇനി കണ്ടവരുണ്ടെങ്കിലും ലാലേട്ടൻ്റെ ഫാൻസ് എന്ന് ഞാൻ പറഞ്ഞില്ല, അല്ലാത്തൊരു സിനിമയെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങൾ പോയിട്ട് ഈ പറയുന്ന പോലെ രാവണപ്രഭു കാണുക. കാരണം അത് വല്ലാത്തൊരു ഫീലിങ്സ് കേട്ടോ. നിങ്ങൾ പോയി കണ്ടാലേ അറിയുള്ളൂ. അത് ഇപ്പോൾ മുഴുവൻ പിള്ളേരും ബാക്കിയുള്ള സെറ്റപ്പും ഒക്കെ എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് ഓളമായിട്ട് കളിക്കുക. നമ്മളൊരു പൂരത്തിന് പോയ ഒരു ഔട്ടിങ്ങിന് പോയ സുഖമാണ്. നമ്മൾ മറ്റേ സിനിമ കാണുന്ന പോലെ വെറുതെ പോയി അവിടെ കുത്തിയിരുന്ന് ജസ്റ്റ് ഒരു സിനിമ കണ്ടിട്ട് വരുന്ന പരിപാടിയല്ല. നല്ല ഒച്ചപ്പാടും ഓളമൊക്കെയാണ് തിയേറ്ററിൽ, ഒരു രക്ഷയില്ലാത്ത ഓളം. ഡാൻസ് കളിയും പാട്ടും ഒക്കെ വേറെ ലെവലായിരിക്കും. നിങ്ങൾക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ 100% ഗ്യാരണ്ടി തരാം, നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് അറുമാദിക്കാം. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു മിസ്സിങ് ആയിരിക്കും. ഈ സിനിമ കാണുന്നതിൻ്റെ കൂടെ ഇതും കൂടെ ഇങ്ങനെ ഒരു പാക്കായിട്ട് എല്ലാവരും കൂടെ ആടിപ്പാടി ആ സിനിമ കാണാമെന്ന് പറയുമ്പോണ്ടല്ലോ വേറെ ലെവൽ, ഒന്നുകൂടെ നമുക്ക് പോയി കാണാൻ തോന്നും. അപ്പോൾ എന്തായാലും മിസ് ചെയ്യാതെ പോയിട്ട് കാണാം. നല്ല തിയേറ്റർ, നല്ല സൗണ്ട് സിസ്റ്റം ഒക്കെ അടുത്ത് പോയിട്ട് കാണുക, നല്ല വെട്ടിപ്പായിട്ട് കാണാൻ നോക്കുക. ടൗണുകളിലോട്ട് പോയിട്ട് കാണാൻ നോക്കുക. കാരണം ഗ്രാമപ്രദേശത്ത് ഈ പറഞ്ഞ ഇത്രത്തോളം തിക്കും തിരക്കൊന്നും സിനിമയ്ക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇച്ചിരി ടൗണിനടുത്തുള്ള ഒരു ടൗണിൽ പോയി കാണുക. അപ്പോൾ അങ്ങോട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. വരുന്ന ഒക്കെ യൂത്ത് കാറ്റഗറിയാണ് കൂടുതൽ ആൾക്കാർ. അപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് അടിച്ച് പൊളിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ അടുത്ത തിയേറ്ററിലുണ്ടെങ്കിൽ പോയിട്ട് കാണുക. രാവണപ്രഭു ഇടിവെട്ട് എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ.